പഠിക്കുന്നില്ല, പഠിച്ചേ പറ്റുള്ളൂ. ഐസോതേർം അല്ലേ? ഐസോതേർം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുന്ന കർവിന് പറയുന്ന പേര് ഐസോതേർം. അപ്പൊ ബോയിൽസ് ലോയിൽ ഓർത്തിരിക്കേണ്ട ഇത്രേ ഉള്ളൂ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the pressure of a fixed mass of a gas is inversely proportional to its volume, P proportional to 1 by V, and PV is equal to K1, a constant. Then P1 V1 is equal to P2 V2 is a constant. Then 2 graph, രണ്ട് ഗ്രാഫുകളും ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫുകൾ. ഓക്കെ, നമ്മൾ പിന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമ്മൾ ഐസോതേർം എന്ന് വിളിക്കും. യെസ്. Soju, what is the relationship between intermolecular force and thermal energy? Question? കേട്ടില്ലേ? ഇല്ല. എന്തുകൊണ്ടാ? അല്ല, ഇന്റർമോളിക്കുലർ മാത്രമായിട്ടുള്ളൂ, ബാക്കി കേട്ടില്ല. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും തെർമൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഹരിഗോവിന്ദ്. ഫിദ. Directly proportional. Directly proportional ആണ് ഇന്റർമോളിക്കുലർ ഫോഴ്സും തെർമൽ എനർജിയും. ഫിദ. Inversely proportional. Inversely proportional. തെർമൽ എനർജി കൂട്ടിക്കൊടുത്താൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതുകൊണ്ടാണ് സോളിഡ് ലിക്വിഡ് ആകുന്നതും ലിക്വിഡ് ഗ്യാസ് ആയിട്ടും ഒക്കെ മാറുന്നത്. യെസ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആൻഡ് തെർമൽ എനർജി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. Solid to gas, thermal energy increases and intermolecular force of attraction decreases. Yes. Then Nasra, what are the types of van der Waals forces of attraction? Nasra. Dispersion forces or London forces. Dipole attraction. Dipole induced dipole force. Hydrogen bond. Yes. And Maria, dispersion forces or London force exist ചെയ്യുന്നത് ഏത് മോളിക്യൂൾസിലാ? Non-polar molecules. പോളാറില്. കാൽവിൻ, ഡൈപോൾ ഇന്ററാക്ഷൻസ് കാണിക്കുന്നത് ഏത് മോളിക്യൂളിലാ? ഡൈപോള് പോളാറില്, രണ്ട് പോളാർ. യെസ്. സാലിഹ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ കാണിക്കുന്നത് ഏത് മോളിക്യൂളിലാ? പോളാറും നോൺ പോളാറും. നോൺ പോളാർ. ഓക്കെ. Then what do you mean by hydrogen bond? Bhima Nawaz. ഇൻട്രാമോളിക്യുലർസും ഇന്റർമോളിക്യുലർസും. What is hydrogen bond? എന്താണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയൂ? ഹൈഡ്രജൻ ബോണ്ട് ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നതും സെയിം അല്ലല്ലോ. അഫ്സർ. ഹൈഡ്രജനും കമ്പൈൻ ചെയ്യണല്ലേ? ഹൈഡ്രജനും കമ്പൈൻ ചെയ്യണം. ഹൈഡ്രജൻ കൂടെ കമ്പൈൻ ചെയ്യുന്നതാണോ ഹൈഡ്രജൻ ബോണ്ട്? അറിയില്ല, പഠിച്ചില്ല. അനിറ്റ. ഹൈഡ്രജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയ ഫ്ലൂറിനോടും ഓക്സിജനോടും നൈട്രജനോടും കമ്പൈൻ ചെയ്യും. കോവാലന്റ് ബോണ്ടായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ അതിനുശേഷം രണ്ട് ബോൺസ് ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും. ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ഹൈഡ്രജൻ വിത്ത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക്, ഒന്നുകിൽ ഫ്ലൂറിൻ ഓക്സിജൻ ഹൈഡ്രജൻ ഏതെങ്കിലും ഒന്നിനോട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്തുണ്ടാകും? മോളിക്യൂൾ ഫോം ചെയ്യും. അതിനുശേഷം അതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ടാകാം, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകാം. വിത്തിൻ ദ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ട് ആണ് ഇൻട്രാ. ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ടിന് പറയുന്ന പേരാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. യെസ്, പഠിക്കാത്തവര് പഠിച്ചേ പറ്റുള്ളൂ. പോരാ, ഇതൊന്നും പോരാ, ഇങ്ങനെ പഠിച്ചാൽ മതിയാവില്ല. യെസ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ,
പേജ് നമ്പർ 142 എടുക്കുക. പ്രോബ്ലം 5.1 ചെയ്യുക, വിച്ച് ഈസ് റിലേറ്റഡ് ടു ബോയ്സ് ലോ. പേജ് നമ്പർ 142, പ്രോബ്ലം 5.1. യെസ്, ആലിയ റീഡ് ദ ക്വസ്റ്റ്യൻ. പ്രോബ്ലം 5.1. A balloon is filled with hydrogen at room temperature. It will burst if pressure exceeds 0.2 bar. If at 1 bar pressure the gas occupies 2.27 liter volume, up to what volume can the balloon be expanded? Yes, എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. A balloon is filled with hydrogen at room temperature. ഒരു ബലൂണിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിക്കുക, അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ബലൂൺ എടുക്കുന്നു, ആ ബലൂണിന്റെ അകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. റൂം ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ഗ്യാസ് മുഴുവനായിട്ട് ബലൂണിന്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. ഇറ്റ് വിൽ ബേസ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 bar. 0.2 bar പ്രഷറും കൂടി കൂട്ടിക്കൊടുത്താൽ ഇറ്റ് വിൽ ബേസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എക്സീഡ്സ് 0.2 bar. സോറി, 0.2 bar പ്രഷറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ബലൂൺ എന്ത് ചെയ്യും? പൊട്ടിപ്പോകുന്ന പറഞ്ഞ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ കയ്യിൽ ഒരു ബലൂൺ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നമ്മുടെ റിയൽ ലൈഫിനോട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിന്റെ ഉത്തരം കിട്ടും കേട്ടോ. അതൊരു ജനറൽ ഐഡിയ നമുക്ക് എന്തായാലും കിട്ടും. എന്നിട്ട് ആ ഉത്തരത്തിലോട്ട് എത്താൻ നോക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ബലൂണിന്റെ അകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അതിന്റെ പ്രഷർ 0.2 ആക്കി കഴിഞ്ഞാൽ, പ്രഷറിന്റെ യൂണിറ്റ് ആണ് ബാർ. ഓക്കെ, 0.2 പ്രഷറിലോട്ട് ആ ബലൂൺ വന്നു കഴിഞ്ഞാൽ ആ ബലൂൺ പൊട്ടിപ്പോകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പ്രഷർ കൊടുത്താൽ, പ്രഷർ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രഷർ കൊണ്ടുവന്നാൽ എന്തായാലും ബലൂൺ എന്ത് ചെയ്തു പോകും? പൊട്ടിപ്പോകും എന്നുള്ള കാര്യം അറിയാം. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത്, if at 1 bar pressure the gas occupies 2.27 liter volume. 1 bar പ്രഷറിൽ ആ ഹൈഡ്രജൻ ഗ്യാസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആ ബലൂണിന്റെ വോളിയം തന്നെയായിരിക്കും ഗ്യാസിന്റെ വോളിയം. അത് 2.27 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബലൂൺ എത്ര കണ്ട് അതിന്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ് ടു വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? ഓക്കെ, അപ്പൊ അവിടെ ഇനീഷ്യലി ഉള്ള പ്രഷർ P1 പ്രഷറാണ്. മറ്റേത് അവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വിൽ ബേസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആയാൽ അത് പൊട്ടിപ്പോകുന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഫൈനൽ പ്രഷർ ആണ്. 0.2 എന്ന് പറയുന്നത് ഫൈനൽ പ്രഷർ. ഇനീഷ്യലി അവിടെയുള്ള പ്രഷർ 1 bar. Initially ഉള്ള വോളിയം 2.27 liter. Here the question is find out the final volume. ഏത് ഇക്വേഷൻ ആ യൂസ് ചെയ്യണ്ടേ നസ്രിൻ? ബോയ്സ് ലോ ഇക്വേഷൻ. അത് ഇക്വേഷൻ പറഞ്ഞേ. Yes, P1 V1 is equal to P2 V2. ഈ ക്ലാസ്സിൽ എത്ര CBSE-കാരുണ്ട്? ഒന്ന് കൈ വെക്കാമോ? മരിയ മാത്രമേ ഉള്ളൂ? മരിയ, ഫിദ, അലീഫ. യെസ്, മരിയ ഏത് സ്കൂളിലാണ് വരുന്ന മോളെ? മറന്നു തരൂ. വിമലഗിരിയിലെ. യെസ്, അലീഫയോ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. വീട് എവിടെയാ? എറണാകുളം. യെസ്, ഫിദയോ? ഇലാഹിയ. Is the term 1 exams are over? Alifa, Fida and Maria. Yes, teacher. Okay. So P1 V1 is equal to P2 V2. Okay. അതിനുശേഷം ഓരോ വാല്യൂസ് എടുത്തെഴുതുക. P1 എത്രയാണ്? V1 എത്രയാണ്? V2 എത്രയാണ്? V2 എത്രയാണ്? യെസ്, ഓരോ വാല്യൂസ് പറഞ്ഞേ. മരിയ, P1 എത്രയാ? 1 bar. യെസ്, P1 1. Then അന്നേരമുള്ള വോളിയം എത്രയാണ് മുസ്തഫ? വോളിയം എത്രയാ? V1 2.27 liter. യെസ്, 2.27 ലിറ്റർ. Then ഫൈനലി ഏത് പ്രഷറിലോട്ട് കൊണ്ടുവരണം എന്നാ പറഞ്ഞിരിക്കുന്നത് അനീസ? 0.2. യെസ്, 0.2. അന്നേരമുള്ള വോളിയം V2 നമുക്കറിയില്ല, അൺനോൺ. അത് കണ്ടുപിടിക്കുക. ഓക്കെ,
P1 V1 is equal to P2 V2. ഇതിൽ നിന്നും V2ന്റെ ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. യെസ്, V2ന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? P1 into V1 by. യെസ്, ഈ V2ന്റെ അടുത്ത് കിടക്കുന്ന ഇത് P2നെയും കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി. ഓൾറെഡി അവിടെ P1 V1 ഉണ്ട്, P2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ചെയ്യുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 1 into 2.27 liter divided by 0.2. Then you will get the answer. വേഗം കണ്ടുപിടിച്ചേ. ന്യൂമറിക്കൽസ് നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഞാൻ ഒഴിയുന്ന എത്ര നേരം ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ പ്രോബ്ലം ഓരോ രീതിക്കാണ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ തന്നെ സോൾവ് ചെയ്താലേ ഉത്തരം കിട്ടുള്ളൂ. സ്റ്റേറ്റുകാർക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, CBSE ഇല്ലല്ലോ. യെസ്, അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് പറഞ്ഞോളൂ. വളരെ സിമ്പിളാ. ആൻസർ കിട്ടിയവർക്ക് കൈവക്കാട്ടോ. ചെയ്തു കഴിഞ്ഞവര്, അങ്ങനെയല്ലേ നമ്മൾ നേരത്തോട്ടുള്ള പരിപാടി. ചെയ്തു കഴിഞ്ഞവർക്ക് കൈവക്കുക. യെസ്, ഹരിഗോവിന്ദ്, ഫിദ ഫിനിഷ്ഡ്, ദെൻ അബിയ, മരിയ, നസ്രിൻ ഫിനിഷ്ഡ്, സാലിക് ഫിനിഷ്ഡ്, ദെൻ ഹു? യെസ്, അനിറ്റ ഫിനിഷ്ഡ്, കാൽവിൻ, അഞ്ജന ആൻഡ് ഡെല്ല വീഡിയോ ഓഫ് ആണ് കേട്ടോ. ടീച്ചർ പ്രഷർ എന്നടല്ല ഓഫീസിൽ പറഞ്ഞിരുന്നു. യെസ്, ഓക്കെ. ആരാണ് ഇപ്പൊ വേറൊരു ഡൗട്ട് ചോദിച്ചത്? ആരാ? ഓഫീസിൽ മരിയ, എന്നാ മോളെ? ടീച്ചർ പ്രഷർ 0.2 ബാർ കൂട്ടി എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പൊ P2 1.2 ബാർ വരണ്ടേ? വേണ്ട, 0.2 ബാർ തന്നെ വരുള്ളൂ. പക്ഷെ ഫൈനൽ പ്രഷർ ആണല്ലോ, അപ്പൊ 1 ബാറിലേക്ക് 0.2 ബാർ കൂട്ടുമല്ലേ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഫൈനലി അവിടെ വരെ എത്തിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്. അങ്ങനെ വരില്ലല്ലോ. A balloon is filled with hydrogen at room temperature. It will burst if pressure exceeds point. Since the balloon burst at 0.2 bar pressure. അല്ല മോളെ, 1.2 അല്ല. ഇനീഷ്യലി ഉള്ള പ്രഷർ 1 ബാർ. ഫൈനലി അവര് ഓൾറെഡി അവിടെ 1 ഉണ്ടായിരുന്നു. ഓൾറെഡി 1 ബാർ പ്രഷർ അവിടെ ഉണ്ടായിരുന്നു. അതിനേക്കാളും 0.2 കൂടെ കൂട്ടി കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫൈനലി നമ്മൾ 0.2 എത്തിക്കുവാണ് ചെയ്തേ. അതിപ്പോ എങ്ങനെയാ പറയണേ? അത് നമ്മൾ ഒരിക്കലും കൂട്ടിയെടുക്കത്തില്ല. ഫൈനലി ഇത്രയാക്കി എന്നാ ഉദ്ദേശിക്കുന്നേ. ഇത്ര ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് വിൽ ബേഴ്സ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 ബാർ പ്രഷർ. ഒരു മിനിറ്റ് നോക്കട്ടെ, ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് പോ.
അത് ചെയ്ത് കഴിഞ്ഞവരെ എക്സസൈസ് 5.1 ചെയ്യാട്ടോ. എക്സസൈസ് 5. യെസ്, ഈ കേട്ടോ 0.2 ബാർ തന്നെയാണ് ഫൈനല്. ഇവിടെ നമ്മൾ ഒരു കാര്യം പറയട്ടെ. ഇനീഷ്യൽ ഫൈനൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, പ്രഷർ കുറച്ച് കൊടുത്താലേ ബലൂൺ വീർക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാലോ. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം 0.2 ബാർ പ്രഷറിൽ അതിരുന്ന് കഴിഞ്ഞാൽ അതെന്നാ സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, പൊട്ടിപ്പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, 1 ബാർ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ പൊട്ടില്ല. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി ശരിക്കും പറഞ്ഞാൽ 0.2 നിന്ന് 1 എത്തുവല്ലേ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, 0.2 ഇരുന്ന ഒരു പ്രഷർ 1 ആയി കഴിഞ്ഞാൽ പൊട്ടില്ല. 0.2 എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്നാ സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നേ, പൊട്ടിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? 0.2 ആണോ 1 ആണോ വലുത് ചെറുത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രഷർ ഏതാ വലുത്? 0.2 പ്രഷർ ആണോ 1 ബാർ പ്രഷർ ആണോ വലുത്? 1 ബാർ പ്രഷർ ആണ് വലുത്. പക്ഷെ അതിനനുസരിച്ച് വോളിയം എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ 1 ബാർ പ്രഷർ ആണെങ്കിൽ വോളിയം അവിടെ എങ്ങനെയായിരിക്കും? കുറവാണോ കൂടുതലാണോ? കുറവ്. വോളിയം അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ള കാര്യം അറിയാം. വോളിയം കുറവാ. 0.2 ബാർ പ്രഷർ എത്തിക്കഴിയുമ്പോഴത്തേക്കും വോളിയം എന്ത് ചെയ്യും? കൂടുതൽ. വോളിയം കൂടിയിട്ടാണ് അതിന് എന്നാ സംഭവിക്കുന്നത്? പൊട്ടിപ്പോകുന്നത്. അപ്പൊ പിന്നെ നമ്മൾ 1.2 എടുക്കാൻ പറ്റുമോ? 1.2 എടുത്ത് കഴിയുമ്പോഴത്തേക്കും വോളിയം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, നമ്മൾ സാധാരണ ബലൂൺ പൊട്ടിപ്പോകുന്നതിന്റെ കാര്യം തന്നെ നിങ്ങൾ അത് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ബലൂൺ പൊട്ടിപ്പോകുന്നത്? വോളിയം കൂടുന്നതുകൊണ്ടാണോ പ്രഷർ കൂടുന്നത് കൊണ്ടിട്ടാണോ? നമ്മളൊരു ബലൂൺ എടുത്ത് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ബലൂൺ എടുത്ത് വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ വോളിയം ആണോ കൂടുന്നത് പ്രഷർ ആണോ കൂടുന്നത്? ബലൂണിന്റെ അകത്തുള്ള ഗ്യാസിന്റെ വോളിയം കൂടും. അന്നേരം ബലൂൺ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. ആ സമയത്ത് പ്രഷർ എങ്ങനെയായിരിക്കും? കുറവാണോ കൂടുതലാണോ? വോളിയം കൂടിയാൽ പ്രഷർ എന്തായാലും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അക്കോർഡിംഗ് ടു ഏത് ലോ? ബോയ്സ് ലോ അനുസരിച്ച്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നേ. വലിയ ചോദിക്കുമ്പോഴാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, പക്ഷെ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ എക്സസൈസ് 5.1 പെട്ടെന്ന് ചെയ്യാം. 5.1 നല്ലൊരു ക്വസ്റ്റ്യൻ അത്, അങ്ങനെയൊക്കെ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. യെസ്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ സാലിഹ്.
What will be the minimum pressure required to compress 500 tm cube of air at 1 bar to 200 tm cube at 30 degrees Celsius? Yes, ഇവിടെ എന്നതാ കണ്ടുപിടിക്കേണ്ടത്? What will be the minimum pressure required to compress 500 dm cube of air at 1 bar to 220 dm cube at 30 degrees Celsius? രണ്ട് വോളിയം ആണ് അവിടെ തന്നിരിക്കുന്നത്. dm ക്യൂബിലാണ് വോളിയം അവിടെ തന്നിരിക്കുന്നത്. dm ക്യൂബ്. യെസ്, dm ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ലിറ്ററിനോട് ഈക്വലാ? അറിയാവുന്നൊരു കൈവക്കിക്ക്. 1 ഡെസിമീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു എത്ര ലിറ്റർ? ഡെസിമീറ്റർ ക്യൂബ്. dm ക്യൂബ് ഇസ് ഈക്വൽ ടു, ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിപ്പിച്ചതാ, 1 dm ക്യൂബ് ഇസ് ഈക്വൽ ടു 5 പ്രോബ്ലം സോൾവ് ചെയ്യാതെ. P1 എത്രയാ, P2 എത്രയാ, V1 എത്രയാ, V2 എത്രയാ? അത് ആദ്യം വേഗം പറയും. യെസ്, ഭീമാനവാസ് പറഞ്ഞേ. P1 എത്രയാണ്? 1 bar. 1 ബാർ. ആ സമയത്തുള്ള വോളി എത്രയാ? V1 500 dm. 500 dm ക്യൂബ്. Then V2 എത്രയായി എന്നാ പറഞ്ഞിരിക്കുന്നേ? V2 200 dm cube. 200 dm ക്യൂബ് ആയി. അന്നേരമുള്ള P2 കണ്ടുപിടിക്കണം. അവിടെ ആലോചിച്ച് നോക്കിക്കേ. ഇനി നിങ്ങൾ ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കുക. വാട്ട് വിൽ ബി ദി മിനിമം പ്രഷർ റിക്വയർഡ് ടു കംപ്രസ് 500 dm cube of air at 1 bar to 220 dm cube at 30 degrees Celsius. ഇനീഷ്യലി അവിടെ 1 bar പ്രഷർ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള വോളിയം 500. ഇപ്പൊ വോളിയം എന്തായി? 200 ആയിട്ട് കുറഞ്ഞു. വോളിയം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രഷർ ഷുവർ ആയിട്ടും അവിടെ എന്താ ചെയ്യുള്ളൂ? കൂടുവാണ് ചെയ്യുള്ളൂ. പ്രഷർ എന്തായാലും എന്ത് ചെയ്യും? കൂടും അല്ലെ? അപ്പൊ എന്തായാലും 1 ബാർ പ്രഷറിനേക്കാളും വലിയ ഒരു പ്രഷർ ആയിരിക്കും എന്തായാലും ഉത്തരം. അത് മനസ്സിൽ വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. യെസ്, അപ്പൊ ഇനി ചെയ്തോളൂ. അഞ്ജന ജോബി. ടീച്ചർ. യെസ്, വീഡിയോ ഓഫ് ആണ് മോളെ. ഞാൻ ആദ്യം വിളിച്ചിട്ടും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു. ഖദീജ. ടീച്ചർ. ആ, വീഡിയോ ഓഫ് ആണ്. ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്. So first question answer 11.35 liter. And exercise 5.1. അറിയില്ലാത്തവരെ നോട്ട് ചെയ്ത് വെക്കൂ. 1 dm cube is equal to 1 liter. So initially 1 bar pressure and V1 is 500 dm cube. ഇവിടെ രണ്ടും dm ക്യൂബിൽ ആയതുകൊണ്ട് നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം നമുക്ക് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഷറിന്റെ യൂണിറ്റ് ബാറാ. യെസ്, 200 dm ക്യൂബ്. 200 ആണോ 220 ആണോ? 200. Yes, 200 dm cube.
200 dm cube. At 30 degrees Celsius എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. At 30 degree Celsius. Yes. ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് പറഞ്ഞേ, നമ്മൾ ഈ ഓരോ തവണ ഇക്വേഷൻ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്കും ഇക്വേഷൻസ് ഓർത്ത് പഠിച്ചോണം. യെസ്, പറഞ്ഞേ അബിയ, പറഞ്ഞ ഇക്വേഷൻ ഏതാ യൂസ് ചെയ്യണ്ടേ? P1 by P2 ജനറൽ ഇക്വേഷൻ പറയുമ്പോളെ ജനറൽ ഇക്വേഷൻ പറയും, ബോയിൽസിനോട് ഇക്വേഷൻ പറയൂ ആദ്യം. പറയൂ. P1 V1 is equal to P2 V2. Yes, ഇതിൽ നിന്നും P2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞേ. P2 is equal to P1 V2 by V1. P2 എന്ന് പറഞ്ഞാൽ P2 ഇവിടെ നിർത്തിയിട്ട് V2 ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ P1 V1 ഡിവൈഡഡ് ബൈ V2. കൺവേർഷൻസ് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ എപ്പോഴും മനസ്സിൽ വേണം. അപ്പുറത്ത് പ്ലസ് ചെയ്യുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും, മൈനസ് പ്ലസ് ആകും, പ്ലസ് മൈനസ് ആകും. മൾട്ടിപ്ലൈ ചെയ്യണത് ഡിവൈഡ് ചെയ്യും, ഡിവൈഡ് ചെയ്യണത് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങോട്ട് ഒരു ഇക്വേഷന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരുമ്പോ. യെസ്, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു പ്രഷർ 1 ആണ്, വോളിയം 500 divided by 200. So 500 divided by 200. 0, 0 cancel, then 5 by 2. Final answer is 2.5 bar. Answer കിട്ടിയവരൊക്കെ ഒന്ന് കൈ നോക്കിക്കേ. യെസ്, അപ്പൊ രണ്ട് പ്രോബ്ലം കറക്റ്റ് ആക്കിയവരൊന്ന് കൈ നോക്കിക്കേ, ആദ്യത്തേതും രണ്ടാമത്തേതും. യെസ്, ഓക്കെ. സോ അടുത്ത പ്രോബ്ലം ചെയ്യാം. എക്സസൈസ് ക്വസ്റ്റ്യൻ 5.2. 5.2. Yes. Upsir, read the question. A vessel of 120 milliliter capacity contains a certain amount of gas at 35 Celsius and 1.2 bar pressure. The gas is transferred to another vessel of volume 180 milliliter at 35 Celsius. What would be its pressure? Yes, 35 degrees Celsius. Yes. അപ്പൊ ആദ്യം ഒരു വെസൽ എടുത്തു. ആ വെസലിന്റെ കപ്പാസിറ്റി 120 ml ആണ്. അതിന്റെ അകത്ത് കുറച്ച് എമൗണ്ട് ഓഫ് ഗ്യാസ് ഇട്ട് കൊടുത്തു. 35 ഡിഗ്രി സെൽഷ്യസും 1.2 ബാർ പ്രഷറും. അപ്പൊ ഇനീഷ്യലി നമ്മൾ എടുത്ത വെസലിന്റെ വോളിയം, അതായത് ഇനീഷ്യൽ വോളിയം V1 എന്ന് പറയുന്നത് 120 ml. ആ സമയത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് 1.2 ബാർ പ്രഷർ. ടെമ്പറേച്ചർ എത്രയാ? 35 ഡിഗ്രി സെൽഷ്യസ്. ദെൻ അതിനുശേഷം അതേ സെയിം സാധനത്തിന് നമ്മൾ വേറൊരു വെസലിലോട്ട് ഇട്ട് കൊടുത്തു. ആ വെസലിന്റെ വോളിയം 180 ml ആ. അപ്പൊ ഇപ്പത്തെ വോളിയം, ഫൈനൽ വോളിയം എത്രയായിട്ട് മാറി? 180 ml ആയിട്ട് മാറി. ആ സമയത്തുള്ള പ്രഷർ എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ രണ്ടിടത്തും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സെയിം ഏത് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം? അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, P1 V1 is equal to P2 V2. നിങ്ങളൊരു കാര്യം ഓർത്തോണം, പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഇട്ട് ചെയ്യുക. ഫൈനൽ ആൻസറിന്റെ യൂണിറ്റിന് മാർക്ക് ഉണ്ട്. ഹാഫ് മാർക്ക് എപ്പോഴും യൂണിറ്റിന് പോകും. യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാനിത് മുഴുവൻ എഴുതി വെച്ചാൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലോ. ആ മാർക്ക് പോയത് ചിലപ്പോൾ യൂണിറ്റിലായിരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടിയില്ലെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ എഴുതിയാൽ ഇക്വേഷന് ഹാഫ് മാർക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫൈനൽ ആൻസർ കിട്ടിയില്ല, കുഴപ്പമില്ല. ടീച്ചർ വിചാരിക്കുക ഈ കൊച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ, ഫൈനൽ ആൻസർ അല്ലേ കിട്ടാത്തേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതി വെച്ചാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും. അതിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിന്റെ യൂണിറ്റ് കൂടെ എടുത്താൽ ചിലപ്പോൾ കുറച്ചും കൂടെ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാം വേണം. ഫസ്റ്റ് ഇക്വേഷൻ വേണം, സബ്സ്റ്റിറ്റ്യൂഷൻ വേണം, ഫൈനൽ ആൻസർ വേണം, യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റും വേണം. യെസ്, അപ്പൊ ഇവിടെ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യണ്ടേ? ഇർഷാൻ, P1 V1 equals to P2 V2. yes, P1 V1 is equal to P2 V2. Then find out the value of P2. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ചെയ്ത പോലെ തന്നെ. എപ്പൊ പ്രോബ്ലം ചെയ്താൽ ഇക്വേഷൻ എഴുതി പോവുക, ഇക്വേഷൻ തന്നെ പഠിച്ചോളും. P2 is equal to P1 V1 divided by V2. Yes, ഇനീഷ്യലി ഉള്ള പ്രഷർ 1.2 ബാർ പ്രഷർ. അന്നേരമുള്ള വോളിയം 120 ml.
നമ്മളിവിടെ വോളിയത്തിന് ഈ കേസിലും ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണ്ട. കാരണം താഴെ നമ്മൾ വോളിയം ml തന്നെ എഴുതുന്നേ, അപ്പൊ അതുകൂടി ക്യാൻസൽ ആയി പൊക്കോളും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ചെഴുതുമ്പോൾ ക്യാൻസൽ തന്നെ ആയിക്കോളും. യെസ്. സോ ഡിവൈഡഡ് ബൈ ഫൈനൽ വോളിയം എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 180 ml. കണ്ടോ, ഈ ml ഉം കൂടെ എന്തായാലും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഫൈനൽ ആൻസർ 2 0 ക്യാൻസൽ. ഈ 0 ക്യാൻസൽ ചെയ്തു. 6 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് 2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3. ദെൻ 1.2 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും മക്കളെ? 4 കിട്ടും. 0.4 കിട്ടും. 1.2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ, 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4. ഇതൊരു 0.2 കൊടുക്കുക. സോ ദി ഫൈനൽ ആൻസർ ഈസ് 0.8 bar. How many of you correct? Yes. Okay. Then do the problem. Yes. .8. 5.8. ഒരു മിനിറ്റ്. വേണ്ട, 5.8 ഉണ്ട് ഇപ്പൊ ചെയ്യണം. യെസ്, ഓക്കെ. That's all about Boyle's law. Boyle's law യും അതിന് 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്ത. പ്രോബ്ലം 5.1, then the exercise 5.1 and 5.2. Yes. Then move on to the second law. നമുക്ക് മെയിൻലി 4 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. Then move on to the second law. Okay. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. യെസ്, സെക്കൻഡ് ലോയുടെ പേര് ഞാൻ എഴുതാം, ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കിക്കോളൂ കേട്ടോ. The law is named as Charles law. ചാൾസ് ലോ. യെസ്, ചാൾസ് ലോ അറിയാവുന്നവരൊന്ന് കൈ നോക്കിക്കേ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ 9ിലോ ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. യെസ്, ചാൾസ് ലോ അറിയാവുന്നവർ ഒന്നിലെ അബിയായ്ക്കും ഇഷാര, അനിറ്റ, അവർക്ക് 3 പേർക്കാണ് ഓർമ്മയുള്ളൂ. നസ്രിൻ, യെസ്, നസ്ര, നന്ദന, ദേവിക, ഫിദ, അൽവാൻ. യെസ്, അൽവാൻ പറഞ്ഞേ. അൽവാൻ ഓർമ്മയുള്ള കാര്യം എന്നാന്ന് വെച്ചത് പറഞ്ഞു. എന്താ ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? At a constant pressure, volume is directly proportional to temperature. Yes, volume is directly proportional to temperature. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാ മതി. നമ്മളൊരു ഗ്ലാസ്സില് വെള്ളം എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഗ്ലാസ്സില് വെള്ളമല്ല, ഒരു ഗ്ലാസ്സിൽ ഞാൻ നിറച്ച് ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എന്നിട്ട് അതിന്റെ അകത്തോട്ട് ടെമ്പറേച്ചർ കൊടുത്തു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുമായിരിക്കാം? ആലോചിച്ച് നോക്കൂ. ടെമ്പറേച്ചർ എന്തിനോടാ റിലേറ്റ് ചെയ്യുന്നത്? ഇന്റർമോളിക്കുലർ ഫോഴ്സിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാം അല്ലേ? ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുവോ കുറയോ? ഇഷാര, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയോ? കുറയുമല്ലേ? കുറയും ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഗ്ലാസ്സിലിരിക്കുന്ന ഒരു വെസലില് ഞാനൊരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസിനെ ഞാനൊന്ന് ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ അതിൻ്റെ അകത്തുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീണ്ടും കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞാൽ അവർ വീണ്ടും അകന്നകന്നകന്നകന്ന് പോകും. അപ്പൊ വോളിയം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ടെമ്പറേച്ചറും വോളിയവും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അവിടെ പ്രഷർ റിമെയിൻസ് എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ പ്രഷറിൽ വ്യത്യാസം വരുത്തരുത്. കാരണം പ്രഷറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ പ്രഷർ എങ്ങാനും കൂടിപ്പോയ വോളിയം കുറഞ്ഞു പോകും. ഏത് ലോ അനുസരിച്ച്? ബോയിൽസ് ലോ അനുസരിച്ച്. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ വോളിയം എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതാണ് ചാൾസ് ലോ. ചാൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ
volume is directly proportional to temperature. At a constant pressure, volume of fixed mass of a gas is directly proportional to temperature. Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാലോ. ഇല്ലേ മക്കളെ? വേഗം പറഞ്ഞേ. V proportional to T. V proportional to T. അപ്പൊ V1 proportional to T1 എന്നും V2 proportional to T2 എന്നും നമുക്ക് എടുക്കാം അല്ലേ? V1 proportional to T1. T1 ടെമ്പറേച്ചറിലുള്ള വോളിയം V1 എന്നും T2 ടെമ്പറേച്ചറിലുള്ള വോളിയം നമുക്ക് എന്തെന്ന് എടുക്കാം? T2 എന്നും എടുക്കാം. T2 ടെമ്പറേച്ചറിലുള്ള വോളിയം V2 എന്നും എടുക്കാം. അപ്പൊ V പ്രപ്പോർഷണൽ ടു T ആണെങ്കിൽ ഇത് പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. V is equal to proportionality constant K2 into T എന്ന് കൊടുത്താൽ V by T is equal to K2 a constant എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഇല്ലേ? V proportional to T ആണ്. വോളിയം ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K2 എന്ന് കൊടുത്തു. കാരണം K1 ഇവിടെ കൊടുത്തു. നമ്മൾ ബോയിൽസ് ലോയിൽ K1 കൊടുത്തത് കൊണ്ടാണ് ഇവിടെ K2 കൊടുത്തത്. So V by T is equal to a constant. V by T is equal to a constant value. അപ്പം ഇനീഷ്യൽ വോളിയം V1 ഉം ഫൈനൽ വോളിയം V2, ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ T2 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. V1 by T1 is equal to V2 by T2. V1 by T1 is equal to V2 by T2. എന്താ നന്ദന ഈ ചിരിച്ചോണ്ടിരിക്കുന്ന ക്ലാസ്സിൽ? ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കണോ എന്നെ ക്ലാസ് പഠിക്കുമ്പോ? V1 by T1 is equal to V2 by T2. യെസ്, അങ്ങനെയാണെങ്കിൽ വോളിയം എഗനസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോ വോളിയം കൂടുന്നു, ഇങ്ങോട്ടേക്ക് വരുമ്പോ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഗ്രാഫ് എല്ലാവരും വരച്ചോ? V എഗനസ്റ്റ് T ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് വരച്ചോ എല്ലാവരും? കഴിഞ്ഞോ? എല്ലാവരും വരച്ചു കഴിഞ്ഞോ? യെസ്, ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇതായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ് അറ്റ് എ ടെമ്പറേച്ചർ P, സോറി അറ്റ് എ പ്രഷർ P. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചവരൊക്കെ നോക്കിക്കേ. യെസ്, വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. വോളിയത്തിനനുസരിച്ച് പ്രഷർ കൂടും. ഫർസീൻ എന്തൊക്കെ ഫർസീൻ അടുപ്പതെടുത്തോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഡിഫറെന്റ് പ്രഷറിൽ ഉള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. V എഗനസ്റ്റ് T ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇത് P1 പ്രഷറിലുള്ളത്, P2 പ്രഷറിലുള്ളത്, P3 പ്രഷറിലുള്ളത്, P4 പ്രഷറിലുള്ളത്. ഓക്കെ, ഹിയർ P1 ലെസ് ദാൻ, P2 ലെസ് ദാൻ, P3 ലെസ് ദാൻ, P4. P1 ലെസ് ദാൻ, P2 ലെസ് ദാൻ, P3 ലെസ് ദാൻ, P4. ഓരോ പ്രഷറും മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഗ്രാഫും വ്യത്യാസം ആയിരിക്കും. യെസ്, ഇത് നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റ്. ചാൾസ് ലോ വളരെ സിമ്പിൾ ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആൻഡ് V1 by T1 is equal to V2 divided by T2 at constant pressure for a fixed mass of a gas. ഓക്കെ, ഇക്വേഷനും കൺസെപ്റ്റും ഗ്രാഫും മനസ്സിലായോ? മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. യെസ്, ഇനി അവിടെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഗ്രാഫിന് ഒരു പേര് പറയൂ എന്ന് പറഞ്ഞായിരുന്നു. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫിന് പറയുന്ന പേരെന്താ? അദീന. അദീന, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫിന് പറയുന്ന പേരെന്താ അദീന? യെസ്, ഐസോതേർം. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറാ യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് പ്രഷറിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന ഗ്രാഫിന് പറയുന്നത്
ഐസോബാർ എന്നാണ് വിളിക്കുന്നത്. ഐസോബാർ. കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഐസോബാർ എന്നാണ്. യെസ്, ഐസോബാർ. ഐസോബാർ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ചാൾസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം തന്നിട്ടുണ്ട്. ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നത്. വി പ്രൊപ്പോർഷണൽ ടു ടി ആണ് എന്നുള്ളത്. ഈ വി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇതിലോട്ട് എത്തിയത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ഇച്ചിരി ഒരു കുഴക്കുന്ന ഒരു കാര്യമാണ്. കുഴക്കുന്നൊന്നുമല്ല, ആദ്യമേ പഠിച്ചു പോവാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. അത് നമ്മൾ അറിയണം. അതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. യെസ്, ചാൾസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മള് ഒരു ഗ്യാസ് എടുക്കുന്നു, ഫിക്സഡ് മാസ് ഉള്ള ഒരു ഗ്യാസ് എടുക്കുന്നു, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഫിക്സഡ് മാസ് ഉള്ള ഒരു ഗ്യാസ് എടുത്തു, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഈ കോൺസ്റ്റന്റ് പ്രഷറിൽ ഇരിക്കുന്നത് ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മള് ഓരോ ഡിഗ്രി ടെമ്പറേച്ചറും കൂട്ടിക്കൊടുത്താൽ, അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കാന്ന് വിചാരിക്കുക, ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. ഞാൻ എന്നിട്ട് അവിടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുക എന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും വോളിയം എന്ത് ചെയ്യും, കൂടും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇൻ കേസ് ടെമ്പറേച്ചർ കുറയ്ക്കുവാണെങ്കിൽ വോളിയം എന്ത് ചെയ്യും, കുറയും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുവായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ചു കൊടുക്കുവായിക്കോട്ടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം എന്ന് പറയുന്നത് ഒരു ടേം അവിടെ നമുക്ക് ഇങ്ങോട്ട് തന്നിരിക്കുവാണ്. ടി ഡിവൈഡഡ് ബൈ 273 ടി അല്ല 1 ഡിവൈഡഡ് ബൈ 273.15 ഫാക്ടർ വോളിയം ഡിക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം എന്നാ പറയുന്നത്. ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ വോളിയം കുറയും, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വോളിയം എന്ത് ചെയ്യും, കൂടും. ആ കുറയുന്ന വോളിയം എത്ര കണ്ട് കുറയൂന്നാ പറഞ്ഞേ, 1/273.15 ഫാക്ടർ ആയിരിക്കും കുറയുന്നത്, അല്ലെങ്കിൽ 1/273.15 ഫാക്ടർ ആയിരിക്കും കൂടുന്നത് എന്നാ പറയുന്നത്. ഒരു എക്സാമ്പിൾ ടീച്ചർ പറയാം, എന്നാലോചിച്ച് നോക്കി. ഒരു കോൺസ്റ്റന്റ് പ്രഷർ എടുത്തു, ഞാൻ എടുക്കുന്നത് 1 atm പ്രഷർ എടുത്തു. ഓക്കെ, 1 atm പ്രഷറിൽ ഒരു ഫിക്സഡ് മാസിലുള്ള ഒരു ഗ്യാസ് എടുത്തു എന്ന് വിചാരിക്കുക. എത്രയെങ്കിലും ആയിക്കോട്ടെ, എത്ര ഒരു 16, ഓക്സിജന്റെ മാസ് 32. ഓക്കെ, 32 ഗ്രാം ഓക്സിജൻ ഗ്യാസ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്സിജൻ ഗ്യാസ് എടുത്തു, 32 ഗ്രാം ഓക്സിജൻ ഗ്യാസ് എടുത്തു. അതിന് ഇനീഷ്യലി ഒരു 5 ലിറ്റർ വോളിയത്തിലാണ് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 1 atm പ്രഷർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ ആണ്, പ്രഷറിന് വ്യത്യാസമൊന്നുമില്ല. ഞാൻ എടുത്തത് ഓക്സിജൻ ഗ്യാസ് ആണ്. ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നത് അത് ആ ഗ്യാസിനെ ഞാൻ ഒരു 5 ലിറ്റർ വോളിയം വെസലിലോട്ടാണ് ഞാൻ ഫില്ല് ചെയ്തത്. എന്നിട്ട് അവിടെ പറയുന്നത് എന്താ, ഇനി ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പോവാണ്, കൂട്ടിക്കൊടുക്കാനായിട്ട് പോകുകയാണ്. ഓക്കെ, ടെമ്പറേച്ചർ ഞാൻ കൂട്ടിക്കൊടുത്തു എന്ന് വിചാരിക്കാം. ഞാന് ഒരു ഇനീഷ്യലി ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കൊണ്ട് വിചാരിച്ചോളൂ കേട്ടോ. 0 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു ഇങ്ങനെ ഇരുന്നെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാന് ടെമ്പറേച്ചർ ഒരു 1 ഡിഗ്രി സെൽഷ്യസ് ആക്കി കൊടുത്താൽ വോളിയം എന്ന് പറയുന്നത് ഈ 5 ലിറ്ററിനോട് 1 ഡിവൈഡഡ് ബൈ 273.15 കൂടി വോളിയം കൂടും. ഓക്കെ, ഫൈനൽ വോളിയം എന്തായിട്ട് മാറും, 5 ലിറ്റർ അല്ല പിന്നെ വോളിയം. എന്തായാലും നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വോളിയം കൂടും. എന്തോരം കൂടും, 1/273.15 ടൈംസ് കൂടി ഇതിന്റെ ഒപ്പം കൂടും. ഈച്ച് ഡിഗ്രി സെൽഷ്യസില് വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻക്രീസസ് ബൈ 1/273.15 ഓഫ് ദി ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയത്തിന്റെ 1/273.15 ആണ് കേട്ടോ ഒറിജിനൽ വോളിയത്തിന്റെ. അപ്പൊ എഴുതുമ്പോ ഇങ്ങനെ എഴുതണം, 5 ലിറ്റർ പ്ലസ് 1/273.15 ഓഫ് 5 ലിറ്റർ. ഓക്കെ, അങ്ങനെ വേണം കേട്ടോ വിചാരിക്കാൻ. 5 ലിറ്ററിന്റെ കൂടെ 1 ഡിവൈഡഡ് ബൈ 273.15 അല്ല ആഡ് ചെയ്യുന്നത്. ഒറിജിനൽ വോളിയം എത്രയാണോ അതിന്റെ 273.15 പാർട്ടും കൂടി ഈ 5 ലിറ്ററിന്റെ കൂടെ കൂടും എന്നാ പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം, ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം.
ഈ കൂടുന്നത് കുറയുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഇനീഷ്യലി ഉള്ളത് 5 ലിറ്റർ, അതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇനീഷ്യലി ഉള്ളത് 5 ലിറ്റർ ആയിരുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തപ്പോൾ വോളിയം എന്തായാലും 5 ലിറ്ററിനേക്കാളും കൂടും. എത്ര കണ്ടു കൂടും? എത്ര ഫാക്ടർ കൂടുന്ന പറയുന്നേ? 5 ലിറ്ററിന്റെ 5 ലിറ്റർ ഡിവൈഡഡ് ബൈ 273.15 ചെയ്താൽ എത്ര കിട്ടുമോ അത്രയും ഫാക്ടർ ഈ 5 ലിറ്ററിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടാകും എന്നാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂടുന്നത് കുറയുന്നത്, ഈ ഫാക്ടർ കൂടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ തന്നു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു 100 രൂപ തന്നു. ഓക്കെ, 100 രൂപ തന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് ആ 100 രൂപയുടെ 50% കൂടി ഇനി തരാം. ഞാൻ പറയുന്ന ആലോചിച്ച് നോക്കിക്കോളൂ. 100 രൂപ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുവാണ്, ആ 100 രൂപയുടെ, അല്ലെങ്കിൽ 100 രൂപയുടെ എന്നല്ല ഞാൻ പറയുന്നത്, ഇനീഷ്യലി ഞാൻ തന്ന പൈസയുടെ 50% കൂടെ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ എമൗണ്ട് എത്രയുണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്രയായിരിക്കും ഉത്തരം പറയുന്നത്? എത്ര പറയും? എനിവൺ കിട്ടുന്ന ആൻസർ പറഞ്ഞു. യെസ്, പറയൂ. കാൽവിൻ പറയൂ. 100 രൂപ പ്ലസ് പിന്നെ 100ന്റെ 50% 50 കൂടെ. അപ്പൊ മൊത്തം എത്രയായി? 150. യെസ്, 100 ഇനീഷ്യലി ഉണ്ടായിരുന്നു, അത് പ്ലസ് അതിന്റെ 50%. 100ന്റെ 50%, 100ന്റെ 50% എന്ന് പറയുമ്പോഴത്തേക്കും 100/2 വരുവുള്ളൂ. അത് എത്ര വരും? 50. അപ്പൊ മൊത്തം എത്രയായി? 150. അപ്പൊ മനസ്സിലായോ? ഇതുപോലെ തന്നെ ആദ്യം പറഞ്ഞത്. ഇനീഷ്യലി ഉള്ളത് 5 ലിറ്റർ വോളിയം, ഫൈനലി അതിന്റെ വോളിയം എത്രയാകുന്ന പറഞ്ഞേ? ഈ 5 ലിറ്ററിന്റെ 273.15 കൂടെ ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്താൽ എത്രയുണ്ടോ അതായിരിക്കും ഫൈനൽ വോളിയം എന്ന് പറയുന്നത്. ഇനീഷ്യലി അവിടെ ഉള്ളത് 5 ലിറ്റർ. ഓക്കെ, ഫൈനലി അവിടെ ഉള്ളത് 5 ലിറ്റർ എത്രയാണോ അതിന്റെ 1/273.15 കൂടെ ആഡ് ചെയ്യുന്നത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ. അതേസമയം ടെമ്പറേച്ചർ കുറച്ചു കൊടുക്കുവാണെങ്കിലോ എന്നാ സംഭവിക്കും? ഇനീഷ്യലി ഉള്ളതിൽ നിന്നും 5 ലിറ്ററിന്റെ 273.15 പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതായിരിക്കും ഫൈനൽ വോളിയം. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ ഒറിജിനൽ വോളിയത്തിന്റെ 1/273.15 കൂടെ കൂടും. അതായിരിക്കും ഫൈനൽ വോളിയം. ഓക്കെ, ടെമ്പറേച്ചർ കുറച്ച് കൊടുത്താൽ വോളിയം എത്ര കൊണ്ട് കുറയും? ഇനീഷ്യലി ഉള്ളതിന്റെ 1/273.15 പാർട്ട് ഇനീഷ്യലി ഉള്ളതിനേക്കാളും കുറയും. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇതാണ് ചാൾസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. അതിൽ നിന്നാണ് ഈ V/T = കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചാൾസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ടെക്സ്റ്റ് ബുക്ക് എടുത്തേ മക്കളെ, പേജ് നമ്പർ 142. പേജ് നമ്പർ 142. യെസ്, നോക്കിക്കോ. Charles and Gay-Lussac's performed several experiments on the gases independently to improve upon hot air balloon technology. Their investigation showed that for a fixed mass of a gas at a constant volume, a point underline cheyide, the fixed mass of a gas at a constant pressure, volume of the gases increases on increasing the temperature and decreases on cooling. കോൺസ്റ്റന്റ് പ്രഷറിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ വോളിയം കുറയും. ദേ ഫൗണ്ട് ദാറ്റ് ഫോർ ഈച്ച് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ, നമ്മൾ ഓരോ ഡിഗ്രിയും കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻക്രീസസ് ബൈ 1/273.15 ഓഫ് ദി ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയത്തിനേക്കാളും 1/273.15 ടൈംസ് കൂടും അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്.
Thus, if the volumes of the gas at 0 degree Celsius, initially ഉള്ള വോളിയത്തിന് V0 എന്നും T ഡിഗ്രി സെൽഷ്യസ് ആണ് കൂട്ടിക്കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ VT എന്നും അസ്യൂം ചെയ്യുക. യെസ്, ടീച്ചർ അതൊന്നും കൂടെ എഴുതാം. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടായിരുന്ന വോളിയം V0 ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു. നമ്മൾ ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല, എത്രയാണ് കൂട്ടിക്കൊടുത്തതെന്ന് നമുക്ക് അറിയത്തില്ല. എത്രയാണെങ്കിലും 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈച്ച് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ 173.15 ആണ് ഫാക്ടർ കൂടുന്നത്. T ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് T ഡിവൈഡഡ് ബൈ 273.15 ആകും. നമ്മൾ എത്ര ടെമ്പറേച്ചർ ആണ് കൂട്ടിക്കൊടുക്കുന്നത് അതിനനുസരിച്ച് ഫാക്ടർ ചേഞ്ച് ചെയ്യും. 1 ഡിഗ്രി കൂട്ടിക്കൊടുത്താൽ 1/273.15. T ഡിഗ്രി ആണെങ്കിൽ T ഡിവൈഡഡ് ബൈ 273.15 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ വോളിയം VT is equal to എന്തെന്ന് എഴുതാം? ഇനീഷ്യലി ഉള്ള വോളിയം പ്ലസ് T by 273.15 ഓഫ് V0. ഇനീഷ്യലി ഉള്ള വോളിയത്തിന്റെ T by 273.15 കണ്ടുപിടിച്ച് ഈ ഒറിജിനൽ വോളിയത്തിനോട് ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ വോളിയം കിട്ടും. ഓക്കെ, നിങ്ങൾ ആ V0 എന്നുള്ളത് 100 എടുക്കുക. 100 150 ആവുന്നത് എങ്ങനെയാ? 100 പ്ലസ് 100ന്റെ 50%. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഇനീഷ്യൽ വോളിയം V0യുടെ T by 273.15 കൂടി ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫൈനൽ വോളിയം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. V0 രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് അതിന് വെളിയിലോട്ട് എടുക്കുന്നു. V0 കോമൺ ആണ്. V0 ഇൻറ്റു ഒരു V0 ഇവിടെ ഉള്ളൂ. സോ 1 പ്ലസ് T ഡിവൈഡഡ് ബൈ 273.15. എന്നിട്ട് നമുക്കറിയാം നമ്മൾ സാധാരണ A/B പ്ലസ് C/D എന്നുള്ളത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതത്തില്ലേ? അത് തന്നെ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. V0 ഇൻറ്റു 273.15 പ്ലസ് T ഡിവൈഡഡ് ബൈ 273.15. ഇങ്ങനെ 1 പ്ലസ് T ഡിവൈഡഡ് ബൈ 273.15. ഇത് മൾട്ടിപ്ലൈ ചെയ്യും, ഇത് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. ഡിവൈഡഡ് ബൈ താഴെയുള്ളതിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, V0 into 273.15 plus T divided by 273.15. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ പുതിയൊരു ടെമ്പറേച്ചർ സ്കെയില് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാ. ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273.15 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ടെമ്പറേച്ചർ സ്കെയിൽ കിട്ടും. അത് ഏത് സ്കെയിലാ? അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ. ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273.15 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ടെമ്പറേച്ചർ സ്കെയില്. യെസ്, അലീഫ, എന്നതാ ടെമ്പറേച്ചർ സ്കെയില്? കെൽവിൻ. നമുക്ക് അറിയാവുന്നതല്ലേ, ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് ആക്കാനാണ് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നത്? 273 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ഒരു പുതിയ ടെമ്പറേച്ചർ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണ്. കണ്ടോ, മുകളിൽ നമുക്ക് T പ്ലസ് 273.15 ഉണ്ട്. അപ്പൊ നമ്മള് ഈ T പ്ലസ് 273.15 പകരം T എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊടുക്കുന്നു. T. ഓക്കെ, T. ഓക്കെ, 273.15 നമ്മൾ T0 എന്ന് കൊടുക്കും. അപ്പൊ T0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ, T എന്ന് പറഞ്ഞാൽ ഫൈനലി ഉള്ള ടെമ്പറേച്ചർ. ദെൻ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? VT is equal to V0 of 273.15 plus T ക്ക് പകരം ക്യാപിറ്റൽ ലെറ്റർ T ഡിവൈഡഡ് ബൈ T0. ഇവിടെ ഒരു സ്മോൾ ലെറ്റർ ടിയും കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കാരണം T ടെമ്പറേച്ചർ ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ വരും. TT എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ. ഓക്കെ, VT is equal to V0 of TT divided by T0. Then ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. VT divided by ഈ TT-നെയും കൂടെ താഴത്തോട്ട് കൊണ്ടുവന്നാൽ which is equal to V0 divided by T0. ഇതല്ലേ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത്? ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ ഫൈനൽ ടെമ്പറേച്ചർ is equal to initial volume divided by initial temperature. നോക്കിക്കേ മക്കളെ,
ഈ ഇക്വേഷനല്ലേ നമ്മൾ ചാൾസ് ലോയിൽ ഡിറൈവ് ചെയ്തെടുത്തത്? ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഡെറിവേഷൻ ഒന്ന് പഠിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോഴെങ്കിലും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമ്മള് ഈ പുതിയ ടെമ്പറേച്ചർ സ്കെയിലിന്, ന്യൂ ടെമ്പറേച്ചർ സ്കെയിലിന്, ന്യൂ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിന് നമ്മളൊരു പേര് പറയും, കെൽവിൻ സ്കെയിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഓർ ആബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാറുണ്ട്. ആബ്സല്യൂട്ട് scale of temperature is otherwise called absolute scale of temperature. Absolute scale of temperature. Absolute temperature scale. Absolute scale of temperature. Okay, അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കുവാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നും കൂടെ എടുത്ത് എഴുതിക്കുക മക്കളെ. VT is equal to V0 273.15 plus T divided by 273.15. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്ത് എഴുതിക്കുക. അതിൻ്റെ സ്മോൾ ലെറ്റർ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ, ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ആണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു എന്നുള്ളത് നമുക്ക് ടിയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുവാണ്, ടി എന്ന് പറയുന്നത് -273.15 ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കും ഫൈനൽ വോളിയം? കിട്ടിയവരെ കൈ നോക്കിക്കോളൂ കേട്ടോ. ടിയുടെ വാല്യൂ -273.15 ആണെങ്കിൽ ഫൈനൽ വോളിയം എന്തായിരിക്കും? അനീസ? 0 ആണ് ടീച്ചർ. 0. മുസ്തഫ? 0 ആണോ? അങ്ങനെ തോന്നുന്നു. ഫൈനൽ ടെമ്പറേച്ചറിന്റെ മനസ്സിലായില്ല എന്നാ പറഞ്ഞ്? ഫൈനൽ വോളിയം എത്രയാണെന്നാ പറഞ്ഞ്? ടിയുടെ വാല്യൂ -273.15 ആണെങ്കിൽ V0 എന്തായിരിക്കും? മരിയ? 0. നസ്രിൻ? 0. ആലിയ? 0 എന്നുള്ളവരൊന്ന് കൈ നോക്കിക്കേ. യെസ്, 0 ആയിരിക്കും. നിങ്ങൾ ഇത്ര നാലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ മക്കളെ. VT is equal to at a temperature ഉള്ള വോളിയം, that is final volume, V0 of 273.15. ഈ ടിയുടെ സ്ഥാനത്ത് മൈനസാ വരുന്നത്, -273.15 ഡിവൈഡഡ് ബൈ 273.15. ഇതെന്തായാലും ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരും. അപ്പൊ മൊത്തത്തിൽ എല്ലാം കൂടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് വരും. 0 വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ നന്ദന? 0 വോളിയത്തിൽ ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. ഇല്ല. വോളിയത്തിന്റെ വാല്യൂ ഇനി നെഗറ്റീവ് വരുമോ ദേവിക? വോളിയം നെഗറ്റീവ് വരുമോ മോളെ? ഇല്ല. വോളിയം എന്തായാലും നെഗറ്റീവും വരില്ല, 0യും വരില്ല. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം തരാം, ചെയ്ത് നോക്കൂ. ഞാൻ ഇനി തരുന്ന ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം വോളിയം 0 വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഗ്യാസ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യില്ല. അത് നമുക്ക് ഉറപ്പാ. വോളിയം 0 വന്നാൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഞാൻ തരുന്ന ടെമ്പറേച്ചർ ഒരു 100 ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. 100. ടിയുടെ സ്ഥാനത്ത് 100 വന്നാൽ എന്തായിരിക്കും VTയുടെ ആൻസർ? T 100 ആണെന്ന് വിചാരിക്കുക. ഹൺഡ്രഡ് മീൻസ്, ഒരു മിനിറ്റ്, അല്ല, യെസ്, 100 ആണെങ്കിൽ എത്രയായിരിക്കും? ടിയുടെ വാല്യൂ 100 വന്നാൽ എത്രയായിരിക്കും ഉത്തരം? ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കോളൂ.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Vt is equal to V0 of 273.15 plus 100 ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഇഷാര, ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. എക്സിസ്റ്റ് ചെയ്യൂലോ. എക്സിസ്റ്റ് ചെയ്യും, അതെ. കാരണം നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്തായാലും കിട്ടും. 373.15 ഡിവൈഡഡ് ബൈ 270 എന്തായാലും ഒരു 1 പോയിന്റ് സംതിങ് എന്തായാലും കിട്ടും. ദാറ്റ് മീൻസ് ഗ്യാസ് എക്സിസ്റ്റ്. ഗ്യാസ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, then T is equal to minus 400 ആണെന്ന് വിചാരിക്കും. എന്തായിരിക്കും ആൻസർ? -400 വന്നാൽ എന്തായിരിക്കും ഉത്തരം? Vt is equal to V0 of 273.15 minus 400 divided by 273.15. വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വാല്യൂ എന്തായാലും പോസിറ്റീവ് വാല്യൂ. അപ്പൊ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യും. 0 വന്നാൽ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ വരുന്നത്? അൽവാൻ, -400 കൊടുത്താൽ പോസിറ്റീവ് വാല്യൂ വരും നെഗറ്റീവ് വാല്യൂ വരുമോ? നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വോളിയം എന്നൊരു സംഗതി ഉണ്ടോ? ഇല്ല. വോളിയം നെഗറ്റീവ് ആകുമോ? ഇല്ല. ഇല്ല. അപ്പൊ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. ഇല്ല. ഗ്യാസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പം വോളിയം എപ്പോഴും എന്തായാലും ഗ്രേറ്റർ ദാൻ 0 വന്നാൽ മാത്രമേ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 0 വോളിയം എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മിനിമം അതിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -273.15 എങ്കിലും വരണം. ഇതിനെ നമ്മളൊരു പേര് വിളിക്കും ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ഈ പേര് ഓർത്ത് വെച്ചോട്ടോ, ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. -273.15 ഈസ് ഈക്വൽ ടു മിനിമം അത് വേണം, 0 വോളിയം, ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അതാണ് 0 കെൽവിൻ. The lowest hypothetical temperature at which the gases are occupied, supposed to occupy 0 volume is called absolute zero or 0 Kelvin. 0 Kelvin എന്നും ഇതിനെ വിളിക്കാറുണ്ട്. 0 Kelvin. 0 Kelvin. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, ഇത് ഡിഗ്രി സെൽഷ്യസ് ആ, ഇതെല്ലാം ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. പോലെ ഡിഗ്രി സെൽഷ്യസ് വാല്യൂസ് എഴുതിപ്പോയപ്പോ ഡിഗ്രി എഴുതാൻ മറന്നുപോയതാ. യെസ്, ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതെല്ലാം ഡിഗ്രി സെൽഷ്യസ് ആ. അപ്പൊ -273.15 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാൻ നമ്മള് ഈ -273.15 കൂടെ +273 ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ആൻസർ എന്തേ വരുള്ളൂ? 0. അതുകൊണ്ടാണ് അതിനെ നമ്മള് 0 കെൽവിൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചാൾസ് ലോ വളരെ സിമ്പിൾ ആണ്. V പ്രൊപ്പോർഷണൽ ടു T. V1/T1 is equal to V2/T2. പക്ഷെ ഇങ്ങനൊരു സംഗതിയും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, അതാണ് ആ ഡെറിവേഷൻ തന്നെയാണ് പേജ് നമ്പർ 142-ലും 143-ലുമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫിന്റെ താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മളിപ്പോ ചെയ്തത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചെയ്യാം പ്രോബ്ലം 5.2. വേഗം ചെയ്യാം. പ്രോബ്ലം 5.2 ചാൾസ് ലോയുടെ പ്രോബ്ലം.
യെസ്, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ അഫ്ല. Problem 5.2. Teacher, on a ship sailing in Pacific Ocean where temperature is 23.4 degrees Celsius, a balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean, where temperature is 26.1 degrees Celsius? യെസ്, അപ്പൊ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ് നന്ദന? ഇനീഷ്യൽ ടെമ്പറേച്ചർ 23.4 degrees Celsius. യെസ്. ഫൈനൽ ടെമ്പറേച്ചർ 26.1 degrees Celsius. യെസ്. ഇനീഷ്യൽ വോളിയം ഫുവാദ് 2 ലിറ്റർ. 2 ലിറ്റർ. അപ്പൊ ഫൈനൽ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി ഒരു കാര്യം ഓർക്കണം, നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ ടെമ്പറേച്ചറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. എപ്പോഴും കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ നോർമലി കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് ഈ 273.15 എടുക്കാറില്ല, ജസ്റ്റ് സിംപ്ലി 273 എടുത്താൽ മതി. അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാന്ന് പറഞ്ഞ ഇർഷാൻ? ചാൾസ് ലോയുടെ ഇക്വേഷൻ പറഞ്ഞേ. V1 by T1 equals to V2 by T2. Yes. V1 divided by T1 is equal to V2 divided by T2. ഓരോന്ന് എടുത്ത് എഴുതണം. V1 2 ലിറ്റർ, V2 unknown, അതാണ് കണ്ടുപിടിക്കേണ്ടത്. T1 എന്ന് പറയുന്നത് 23.4 plus 273 കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം, which is equal to 296.4 Kelvin. Then T2 26.1 plus 273, which is equal to 299.1 Kelvin. Then substitute here. From this, V2 is equal to V divided by T1 into T2. Yes, V1 2 liter into T2 299.1 Kelvin divided by T1 296.4 Kelvin. Then you will get the answer. Answer കിട്ടിയ ഒരു കൈ വെക്കാട്ടോ. അത് ചെയ്ത് കഴിഞ്ഞവർക്ക് പ്രോബ്ലം 5.2 ചെയ്യാം. സോറി, എക്സസൈസ് 5.2 ചെയ്യാം കേട്ടോ. 5.2 അല്ലല്ലോ, 5.2 അല്ലേ കുറച്ചുകൂടെ. അത് ചെയ്ത് കഴിഞ്ഞവർക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ഫൈവ് പോയിന്റ് 21 ആൻസർ എഴുതാം. 5.21. Yes, ഇതിന്റെ ആൻസർ 2.018 ലിറ്റർ കിട്ടിയായിരുന്നു കേവലിക്ക്. Yes. തമ്മന്റെ കൈ കൊണ്ടാണോ തമ്മന്നെ ചെയ്യുന്നത്, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത്? ഉത്തരം കിട്ടിയില്ലേ? കിട്ടി. കൈ കൊണ്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? ബൈ ഹാൻഡ് ചെയ്യുന്നവര്?
Yes, Maria and Manisa. Yes. Manisa, CBSE or Manisa? Yes. Okay. 5.21. Persin, read the question. 5.21. Persin. Persin. 5.2 ആണോ? 2.1. In terms of Charles' law, explain why negative 273 Celsius is the lowest possible temperature. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്? അത് മറ്റേത് മൈനസ് ആണെന്നർത്ഥ 0 വരും. അപ്പൊ ഈ -273 ° താഴെ പോയി കഴിഞ്ഞാൽ വോളിയത്തിന്റെ വാല്യൂ എന്താവും? നെഗറ്റീവ് ആകും. വോളിയം എന്തായാലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. Yes, that is the answer. At -273 °C, volume of the gas becomes equal to 0. At -273 °C, the volume of the gas becomes equal to 0. That is the gas ceases to exist. Ceases എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് CEASES. 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 Ceases to exist. The gas, that is the gas ceases to exist. Ceases to exist എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിച്ചു എന്ന്. ഓക്കെ, അതിൽ താഴെ അത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. മിനിമം അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ -273.15. ഒരു മിനിറ്റ്. സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. Good morning, all of you. Good morning, sir. Good morning, sir. Good morning, sir. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇന്ന് വൈകിട്ട് 7:30 ഒരു പേരൻസ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാലോ എല്ലാവർക്കും. മാക്സിമം 30 മിനിറ്റ് ഉള്ള ഒരു പേരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ പേരൻസ് മസ്റ്റ് ആയിട്ട് അതിനകത്ത് പങ്കെടുക്കണം. പിന്നെ നിങ്ങളുടെ പേരൻസിന്റെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഉണ്ട്, അയച്ചിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് അത് കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം, കയ്യിലുണ്ടാവണം. അപ്പൊ പേരൻസ് മീറ്റിങ്ങിന് മസ്റ്റ് ആയിട്ട് എല്ലാവരും പങ്കെടുക്കണം. നിങ്ങളും കൂടെ വേണം. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രോഗ്രസ് കാർഡ് നോക്കിയിട്ട് അത് എങ്ങനെയാണ് നിലവാരം എന്നുള്ള പറയാനായിട്ടാണ്. അപ്പോ എന്തായാലും മസ്റ്റ് ആയിട്ട് പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. എന്റെ ഒരു കാര്യം ഞാനത് പറഞ്ഞോട്ടെ. നാളെ രാവിലെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. നാളെ രാവിലെ നിങ്ങൾ ഫ്രീ ആയിരിക്കും. കെമിസ്ട്രിയുടെ ക്ലാസ് നാളെ രാവിലെ ഉണ്ടാവത്തില്ല. ഓക്കെ. ആൻഡ് ഓൾസോ സൺഡേയിലത്തെ കാര്യം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നോളൂ കേട്ടോ. സൺഡേയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നോർമലി നിങ്ങൾക്ക് സൺഡേയുടെ ടൈമിംഗ് വെച്ചിട്ട് മെസ്സേജ് വരാറുണ്ടല്ലോ. അതെങ്ങനെയാണെന്നുള്ളത് അങ്ങനെ തന്നെ വന്നോളും. അതിന്റെ ഡീറ്റെയിൽസ് നാളെ രാവിലെ എന്തായാലും ക്ലാസ് ഉണ്ടാവത്തില്ല. ഓക്കെ. പിന്നെ ശരിക്കും പഠിക്കണം. നിങ്ങൾ ശരിക്കും കിടന്ന് ഉറങ്ങി കാണിച്ചു ടീച്ചറെ കാണും. ഞാൻ
അതിന് ഈ പ്രായത്തിൽ കൂടെ കടന്നു പോന്നിട്ടുള്ളതല്ലേ. ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇപ്പോഴും അങ്ങനെയായിരിക്കുമല്ലോ ചെയ്യുക സ്വാഭാവികമായി. യെസ്, ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ എഴുതിയ സീസേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് മനസ്സിലായല്ലോ അല്ലെ? നിർത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് -273.15 വരെ അത് ഫോം ചെയ്യാൻ പറ്റും, ആ ടെമ്പറേച്ചർ വരെ. അതിൽ താഴെ പോയാൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? നമ്മൾ 2 ലോ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബോയിൽസ് ലോ കണ്ടു, അതേപോലെ തന്നെ ചാൾസ് ലോയും കണ്ടു. യെസ്, അപ്പൊ ആ ചാൾസ് ലോയുടെ ലാസ്റ്റ് പേജ് നമ്പർ 142-ന്റെ ലാസ്റ്റത്തെ എടുത്തേ. എന്താണ് ചാൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് അവിടെ തൊട്ട് ഒന്ന് വായിച്ചേ. ഫിദ, Charles law which states that page number 140 Charles law which states that pressure remaining constant, the volume of a fixed mass of gas is directly proportional to its absolute temperature. Charles found that for all gases at any given pressure, graph of volume versus temperature in Celsius is a straight line, and on existing to zero volume, each line intercepts the temperature axis -273.15 degrees Celsius. Slopes of lines obtained at different pressure are different, but at zero volume all the lines meet the temperature axis as -273.15 degrees Celsius. Each line of the volume basis temperature graph is called isobar. Observations of Charles can be interrupted. അപ്പൊ എന്തുകൊണ്ടാണ് ആ ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് നമ്മള് പ്ലോട്ട് ചെയ്ത സമയത്ത് നോക്കിക്കേ, ആ ടെമ്പറേച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത് -273.15 നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അതിന്റെ താഴെയുള്ള ടെമ്പറേച്ചറിൽ ഒരിക്കലും വോളിയം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് -273.15 വരെ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതൊക്കെ ഡോട്ടിട്ട് വരച്ചിരിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? അങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴത്തേക്ക് സീറോ വോളിയം എന്ന് പറഞ്ഞാൽ ഗ്യാസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും. പക്ഷെ അവിടം വരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ വോളിയം കുറഞ്ഞ് സീറോയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ആ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബ്രേക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മിനിമം വോളിയത്തിന്റെ മുകളിലോട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, അദീന കണ്ടിന്യൂ. ഈച്ച് ലൈൻ ഓഫ് ദി വോളിയം വേഴ്സസ് each line of the volume versus temperature is called the isobar. Observations of Charles can be interrupted if we put the value of the equation as -273.50 degrees Celsius. We can say that the volume of the gas at -273.50 degrees Celsius will be 0. This means that the gas will not exist. In fact, all the gases get liquefied before this temperature is reached. The lowest hypothetical or imaginary temperature at which gases are supposed to occupy zero volume is called absolute zero. All gases obey Charles' law at very low pressures and high temperatures. Yes, fine. Okay. Then move on to the next law. Okay. നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഈ വണ്ടികളുടെ ടയറൊക്കെ വെയിലത്തൊക്കെ കുറെ നാള് കിടന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറെ ഓടിക്കഴിയുമ്പോഴത്തേക്കും ആ ടയർ പൊട്ടിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വണ്ടിയുടെ ടയർ പൊട്ടിപ്പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണുങ്ങൾക്ക് ശരിക്കും അറിയായിരിക്കും. എന്തുകൊണ്ട് ഈ വണ്ടിയുടെ ടയർ പൊട്ടിപ്പോകുന്നേ? താലിഹ്, എന്നായിരിക്കും അവിടെ സംഭവിക്കുന്നേ? അറിയാൻ പാടില്ല. വെയിലത്ത് കിടന്നുണ്ടെങ്കിൽ ആ വെയിലത്ത് കിടന്നു കഴിയുമ്പോഴത്തേക്ക് എന്നാ സംഭവിക്കും? എയർ എക്സ്പാൻഡ് ചെയ്ത് പൊട്ടിപ്പോകുന്നു. അത് കറക്റ്റ് ആണ്. എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ സംഭവിക്കും, പൊട്ടിപ്പോകും. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? ഒരു പ്രഷർ ഉണ്ട്. അവിടെ ഇപ്പൊ എന്നാ കൂടുന്നേ? പ്രഷർ കൂടിയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ പൊട്ടിപ്പോകുന്നത്. ഓക്കെ, നോർമലി നമ്മൾ ആ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാം, വണ്ടിയുമായിട്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയാം, ഈ വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വർക്ക്ഷോപ്പിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകത്തില്ലേ? അതെന്തിനാ കൊണ്ടുപോകുന്നേ? എയർ ചെക്ക് ചെയ്യാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടാണോ നിൽക്കുന്നേ, പ്രോപ്പർ പ്രഷറിലാണോ അത് ടയർ വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയി നോക്കുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിൽ വേരിയേഷൻസ് ഒക്കെ വരുന്നത് കൊണ്ടിട്ടാണ് ഈ ടയർ പൊട്ടിപ്പോകുന്നത്. ഓക്കെ, ഈ സമ്മർ ഡേ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ പ്രഷറും എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ടിട്ട് ടയർ എന്ത് ചെയ്യുന്നേ? പൊട്ടിപ്പോകുന്നത്.
അപ്പൊ നമുക്കറിയാം പ്രഷറും ടെമ്പറേച്ചറും എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അവിടെ നമ്മൾ വോളിയത്തിന് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ടയർ നമ്മൾ വലുതാക്കാനോ ചെറുതാക്കാനോ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ബിയ? ടയർ നമ്മൾ വലുതാക്കി കൊടുക്കുവോ? വണ്ടിയുടെ ടയറൊക്കെ എടുത്തിട്ട് ഇല്ല. നമ്മൾ സാധാരണ സ്കൂട്ടർ ഓടിക്കുമ്പോഴത്തേക്കും സ്കൂട്ടറിൻ്റെതായിട്ടുള്ള ടയർ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അല്ലെ? സ്കൂട്ടറിന് ഒരിക്കലും നമ്മൾ കാറിന്റെ വലിയ ടയർ കൊണ്ടിടില്ല, അല്ലെങ്കിൽ ഒരു ലോറിയുടെ ടയർ എടുത്തിട്ട് നമ്മൾ എന്തായാലും സ്കൂട്ടറിന് കൊണ്ടിടത്തില്ല. അപ്പൊ വോളിയത്തിന് വ്യത്യാസമൊന്നുമില്ല. വോളിയം കോൺസ്റ്റന്റ് ആക്കി വെക്കും. അവിടെ വേരി ചെയ്യുന്നത് ആരൊക്കെയാ? പ്രഷറും ടെമ്പറേച്ചറും ആണ് വേരി ചെയ്യുന്നത്. അപ്പൊ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. പ്രഷർ കുക്കർ നമ്മൾ വീട്ടിൽ പ്രഷർ കുക്കറിൽ എന്തിനാ കുക്ക് ചെയ്യുന്നേ? ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ വെക്കത്തില്ലേ നമ്മള്? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ചോറല്ല, ഇപ്പം എന്താ പറയാ മീറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്നാ ചെയ്യുന്നത്? നമ്മള് കുക്കറിൽ എടുത്ത് വെച്ചിട്ട് ചെയ്യും അല്ലേ? കാരണം എന്താ? ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം വേണം അത് വെന്ത് വരാൻ. അത്രയും ഗ്യാസ് പോകും. അപ്പൊ എന്ത് ചെയ്യും? പ്രഷറിൽ ചെയ്യും അല്ലെ? പ്രഷർ കുക്കറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യാൻ പറ്റും നമുക്ക്? എന്താ സംഭവിക്കുന്നത് അവിടെ? ടെമ്പറേച്ചർ പെട്ടെന്ന് അവിടെ എക്സേർട്ട് ചെയ്യും. എങ്ങനെ? പ്രഷർ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്കും. പ്രഷർ കൂട്ടി കൊടുത്ത് ടെമ്പറേച്ചർ കൂടി പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇല്ലേ? അതാണ് പ്രഷർ കുക്കറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അത് നമ്മൾ ഒരു ലോ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ലോയ്ക്ക് പറയുന്ന പേരാണ് ഗേ-ലുസാക്സ് ലോ എന്ന് പറയും. മൂന്നാമത്തെ ലോ ഗേ-ലുസാക്സ് ലോ. ഗേ-ലുസാക്സ് ലോ. ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തെറ്റിച്ച് ഗേ-ലൂക്കാസ് ലോ എന്നൊക്കെ പറയാറുണ്ട്. ഗേ-ലുസാക്സ് ലോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അറ്റ് കോൺസ്റ്റന്റ് വോളിയം pressure of a gas is directly proportional to temperature. Pressure is directly proportional to temperature. So proportionality sign മാറ്റി കഴിഞ്ഞാൽ P by T is equal to K3 or P proportional to K3 into T. Sorry. P is equal to K3 into T or P by T is equal to K3, a constant. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്താ മക്കളെ? ഇതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്താ? നിങ്ങൾക്ക് തന്നെ എഴുതാലോ. ഇനീഷ്യൽ പ്രഷറും ഫൈനൽ ടെമ്പറേച്ചറും ഒക്കെ കൊടുത്താൽ ഏത് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന? ആ ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ നിങ്ങൾ പറയണം. യെസ്, ഇഷാര പറഞ്ഞേ, ഏത് ഇക്വേഷനാ? ഇനീഷ്യൽ പ്രഷർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ, ഫൈനൽ പ്രഷർ, ഫൈനൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P1 by T1 ആണ്. P1 by T1 is equal to P2 by T2. Yes, P2 by T2. P1 by T1 is equal to P2 by T2. ഗേ-ലുസാക്സ് ലോ മനസ്സിലാകാനുണ്ടെങ്കിൽ കൈവക്കണം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായോ ഗേ-ലുസാക്സ് ലോ എന്താന്ന്? പ്രഷർ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. P proportional to T or P by T is equal to a constant and equation P1 by T1 is equal to P2 by T2. അങ്ങനെയാണെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും കൂടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഗ്രാഫിന്റെ ഷേപ്പ് എല്ലാവരും വരച്ച്. പ്രഷർ എഗൈൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? 3 വര വരയ്ക്കാൻ സ്കെയിലും പെൻസിലൊന്നും വേണ്ട, പെട്ടെന്ന് കൂടെ വരയ്ക്കും. ഗ്രാഫിന്റെ ഷേപ്പാണ് എനിക്ക് വേണ്ടത്. എന്താ അൽവാന നീ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യെസ്, ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടിയോ? യെസ്. ഇനി പല വോളിയത്തിൽ ഉള്ള ഗേ-ലുസാക്സ് ലോയുടെ ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ വരും, ഡിഫറെന്റ് വോളിയത്തിൽ. അപ്പൊ ഇത് V1 V2 V3 എടുക്കാം. ഹിയർ V1 less than V2 less than V3. കാരണം പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. അപ്പൊ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും.
യെസ്, ഇവിടെ കോൺസ്റ്റന്റ് വോളിയം ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഉള്ള ഗ്രാഫിന് നമ്മളൊരു പേര് പറയും, വിച്ച് ഈസ് കോൾഡ് ഐസോകോർ. ഐസോകോർ. ടെമ്പറേച്ചർ ആണെങ്കിൽ ഐസോത്തോം, പ്രഷർ ഐസോബാർ, വോളിയം ഐസോകോർ. ഇർഷാൻ പറഞ്ഞേ, ബോയിൽസ് ലോയുടെ ഇക്വേഷൻ എന്താ ഇർഷാനെ? ഇർഷാൻ. P1 by P1 equals to P2 by T2. P1 V1 is equal to P2 V2. Yes, P1 by V1 is equal to P2 by V2. Yes, മുസ്തഫ, ചാൾസ് ലോയുടെ ഇക്വേഷൻ എന്താണ്? ചാൾസ് ലോ. V1 by T1 equal to V2 by T2. Yes, മരിയ. അടുത്തത് ഗേലുസാക്സ് ലോയുടെ ഇക്വേഷൻ. P1 by T1 is equal to P2 by T2. Yes, നസ്രിൻ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫിന് പറയുന്ന പേര്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അനിറ്റ, കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഗ്രാഫിന് പറയുന്ന പേര്? ഐസോബാർ. മുഹമ്മദ് അഫ്സ്, കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഗ്രാഫിന് പറയുന്ന പേര്? ഐസോകോർ. യെസ്. അപ്പൊ ഇക്വേഷൻസ് ആയി. ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ ഡെഫിനേഷൻ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റൂ കേട്ടോ. ഇനി അതിന്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ ചേർക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അറ്റ് ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ്, അത് നമ്മൾ പറയണം. കോൺസ്റ്റന്റ് ഏതാണെന്നുള്ളത് പറയണം. യെസ്, അബിയ പറഞ്ഞ മോളെ, ബോയിൽസ് ലോയിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? ബോയിൽസ് ലോയിലെ കോൺസ്റ്റന്റ് ഏതാ? ടെമ്പറേച്ചർ. ചാൾസ് ലോയുടെ കോൺസ്റ്റന്റ് ഏതാ ഭീമ? പ്രഷർ. പ്രഷർ. മുഹമ്മദ് സാലിഹ് പറഞ്ഞ മോനെ, ലാസ്റ്റ് ഗേലുസാക്സ് ലോയുടെ കോൺസ്റ്റന്റ് ഏതാ? വോളിയം. വോളിയം. അപ്പൊ ഇത്രയും ലോയും കാര്യങ്ങളെല്ലാം പഠിച്ചില്ലേ? യെസ്, ഇനി നമുക്ക് ഒരു ലോയും കൂടെ പഠിക്കാനുള്ളൂ. ദാറ്റ് വി കൻ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പോ നാളെ ക്ലാസ് ഇല്ലാന്ന് കാര്യം ഓർക്കുക. സൺഡേത്തെ കാര്യം മെസ്സേജ് ആയിട്ട് വന്നോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീച്ചർ. ടീച്ചറെ